സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് നടന്ന മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് 107 റണ്ണിന്റെ ആധിപത്യ വിജയമാണ് നേടിയിരിക്കുന്നത്. ആധിപത്യമായി 107 റൺസിന്റെ വിജയം നേടിയിരിക്കുന്നു. ഇത് വലിയൊരു അടിയായിരിക്കണം ആർക്ക്? നമുക്ക് ഇന്ത്യക്കാണ്. ഇതൊരു വലിയൊരു അടിയായിരിക്കണം. 107 റണ്ണാകുമ്പം +5 നെറ്റ് റൺ റേറ്റ് +5 പോയിന്റ് എന്തോ വരും നെറ്റ് റൺ റേറ്റ്. അപ്പോഴവർക്ക് പോയിന്റ് +5 പോയിന്റ് വരും റൺ റേറ്റ്. ആലോചിച്ച് നോക്ക് ഇന്ത്യയുടെ കാര്യം. ഇതോടെ അതോ ഗതി. ആലോചിച്ചു. ഇതിനെല്ലാം കാരണം ഫസ്റ്റ് മാച്ച് സില്ലി ആയിട്ട് എടുത്തതാണ്. ഇതിനെല്ലാം ഉത്തരവാദി സൂര്യകുമാർ യാദവ്. ആലോചിച്ചു. സൂര്യകുമാർ യാദവ് ഒരിക്കലും വിചാരിച്ചാണില്ല സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് നടക്കുന്ന മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് ഇത്രയും റൺ റേറ്റിൽ ജയിക്കും. 107 റണ്ണിന്റെ റൺ റേറ്റിൽ. ഇപ്പം ഇന്ത്യയുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് നെറ്റ് റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ -3.8 ആണ്. -3.8 ആണ്. വെസ്റ്റ് ഇൻഡീസ് വന്നിട്ട് +5 പോയിന്റ് സംതിങ് ആണ്. സൗത്ത് ആഫ്രിക്ക വന്നിട്ട് +3 പോയിന്റ് സംതിങ് ആണ്. ആലോചിച്ചു. രണ്ട് ടീമിലും നല്ല നെറ്റ് റൺ റേറ്റ് ഉണ്ട്. ഇതിപ്പോ നടക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ 2 കളി ജയിച്ചിരുന്നാൽ പോലും വെസ്റ്റ് ഇൻഡീസ് 2 കളി ജയിച്ചിരുന്നാലും സൗത്ത് ആഫ്രിക്ക 2 കളി എല്ലാവരും 4 പോയിന്റ് ആവും. അവസാനം നെറ്റ് റൺ റേറ്റിലാണ് ടീം കാൽക്കുലേറ്റ് ചെയ്യണം ആര് സെമി ഫൈനലിൽ പോകുന്നു. അപ്പോഴത്തേക്ക് ഇന്ത്യക്ക് പണി കിട്ടും. 8ന്റെ പണി കിട്ടും. പക്ഷെ ഇതിലൊരു ചാൻസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാലേ സിംബാബ്വെ അവരോട് ഒരു 250 റൺ അടിക്കുക. 220 അല്ല 250 220 മേളിൽ സിംബാബ്വെയോടെ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം കാൽക്കുലേഷനാണ്. നടക്കുമെന്നാണ് ഇവിടെ 220 റണ്ണ് മേളിൽ സ്കോർ ചെയ്യുക. എന്നിട്ട് സിംബാബ്വെനെ ഒരു 110 റണ്ണ് തന്നെ ഓൾ ഔട്ട് ആക്കുകയും ചെയ്യണം. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. അതും പോരാത്തോണ്ട് വെസ്റ്റ് ഇൻഡീസിന്റെ മാച്ചിൽ ജയിക്കുകയും ചെയ്യാം. കളി വെസ്റ്റ് ഇൻഡീസ് അറിയാലോ. ഇന്നലത്തെ കളി കണ്ടല്ലേ, അടിച്ച് കീറി കണ്ടല്ലേ.